ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ബോ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ ബോ. ഒരു 8 കളേഴ്സിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു 8 കളേഴ്സ് സെലക്ട് ചെയ്ത് 8 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2.5 സെൻറ്റിമീറ്ററിൻ്റെ വീതിയിൽ വരുന്ന റിബൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അളവൊക്കെ കൂടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ റിബൺ കട്ട് ചെയ്തിട്ട് ഉരുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. നമ്മളിതിൻ്റെ അറ്റം 2 സൈഡിലേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയിട്ട് അതും ആ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പെറ്റൽ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ടോട്ടൽ ഒരു 48 പെറ്റൽസ് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 8 കളേഴ്സിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കളറും 6 പീസ് വെച്ചിട്ട് വേണം. ഇപ്പോൾ 4.5 സെൻറ്റിമീറ്ററിൻ്റെ അളവിലുള്ളൊരു റൗണ്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. 4 സൈഡിലുമായിട്ട് ഓരോ പീസ് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഭാഗത്തും 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഓരോ പീസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് വേറെ വേറെ കളർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരേ കളറിലൊന്നും നിങ്ങൾക്ക് ചെയ്യാം. അത് 8 കളേഴ്സും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ കളറിൽ വെച്ചിട്ടായാലും അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ഇതിൻ്റെ ഓരോ സെൻറ്ററുകളുണ്ടല്ലോ, ഈ വെച്ചിട്ടുള്ള ഓരോ സെൻറ്ററിലും ഈ 4 ഭാഗത്തും വേറെ ഒരു 4 കളേഴ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒട്ടിച്ചെടുക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാതും ഒട്ടിക്കാനതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകട്ടെ. അതുകൊണ്ടാണ് ഒട്ടിക്കുന്നത് കാണിച്ചു കൊടുക്കാത്തത്. നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത് കേട്ടോ. ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഇനി ഓരോ കളേഴ്സിലും വെച്ച് കൊടുത്ത കളേഴ്സ്. അപ്പോൾ 8 കളേഴ്സും ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് ഒരു റെഡ് കൂടെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രീനിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഇതുപോലെ ഗ്രീൻ വെച്ചെടുക്കാം. അങ്ങനെ ഓരോ കളേഴ്സിൻ്റെയും ഗ്യാപ്പുകളിൽ അതാത് കളേഴ്സ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരേ ലെവലിൽ വേണം വെച്ചെടുക്കാൻ, കയറി ഇറങ്ങിയിരിക്കരുത് കേട്ടോ. അപ്പോൾ ഒരേപോലെ വെച്ചെടുക്കണം. അങ്ങനെ 8 കളേഴ്സും അതിൻ്റെ പെയറായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമ്മൾ റെഡിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. റെഡിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, 2 വെച്ചതിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് ഇതുപോലെ വെച്ചെടുക്കുക. ഗ്രീനിൻ്റെ ഒരു പീസും ആ ഗ്രീനിൻ്റെ സെൻറ്ററിൽ വെച്ചെടുക്കാം. അങ്ങനെ എല്ലാ കളേഴ്സും അതാത് കളേഴ്സിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ റെഡും ഗ്രീനും വെച്ച് ഇനി അടുത്തത് ബ്ലൂ ആണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 8 കളേഴ്സും ഇതുപോലെ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ റെഡിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, റെഡിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ അടുത്ത പീസ് വെച്ചെടുക്കുക. അതേപോലെ തന്നെ ഗ്രീനിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു സൈഡിൽ അതിലും ഗ്രീൻ ഇതുപോലെ വെച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഓരോ കളേഴ്സിൻ്റെ ഓരോ സൈഡിലായിട്ട് അതാത് കളേഴ്സ് വെച്ചെടുക്കുക. പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഗ്രീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കളേഴ്സും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയറും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ മുമ്പ് വെച്ചിട്ടുള്ള 2 പീസില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചെടുക്കുക. ആ 2 സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഗ്രീനിൻ്റെയും തൊട്ട് മുമ്പുള്ള 2 അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഒരു ലെയറിൽ നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ലെയറിൽ നമ്മൾ സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സെൻറ്ററിലല്ലേ വെച്ചത്, ഇനി അടുത്ത ലെയറിൽ നമ്മൾ സൈഡിലാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലൂയുടെ സെൻറ്ററിലും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ എല്ലാ കളേഴ്സും 8 കളേഴ്സും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം.
മൂന്നെണ്ണം നമ്മൾ ചെയ്തു കേട്ടോ. റെഡും ഗ്രീനും ബ്ലൂവും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കളേഴ്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. കണ്ടില്ലേ, മുമ്പ് നമ്മൾ സെന്ററിലാണ് വെച്ചത്, ഇപ്പൊ നമ്മൾ സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇപ്പൊ റെഡിന്റെ ആ സൈഡിൽ ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ അതേ ആ റെഡ് കളറിനെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഗ്രീനിന്റെ സൈഡിലും ഒരു ഗ്രീൻ കളറിലുള്ള പെറ്റൽസ് വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കളേഴ്സും 6 കളേഴ്സും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കളറൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കാം. ഒരൊറ്റ കളറിലായാലും ചെയ്താലും ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലെയറും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറോടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്ലവർ. നമ്മളിതിനെ ഹെയർ ബോയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ സാറ്റിൻ കവേർഡ് ബോൺ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ സെൻറ്ററിലാക്കിയിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഏത് സൈഡിലാണ് വെച്ച് നോക്കുക, എന്നിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം. അതൊന്ന് ഡ്രൈ ആകുന്ന വരെ നമ്മൊന്ന് ഇതുപോലെ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ബോ സൈഡിലേക്ക് ചെരിഞ്ഞ് വീഴും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 5 സെൻറ്റിമീറ്ററിൽ ഒരു റൗണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പറ്റങ്ങളൊക്കെ നമ്മൾ ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കാനുണ്ടോ, എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഇതുപോലെ ആ ഒരു മുമ്പ് ഒട്ടിച്ചില്ലേ ആ ഒരു ഫെൽറ്റിൽ ഫുള്ള് ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഗ്ലൂ ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസിന് നമ്മൾ നല്ലതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെച്ച ഉടൻ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അവിടെ ഒട്ടിയിരുന്നോളും. ഇത് നമ്മൾ മുമ്പ് ആ ഫ്ലവർ ഒട്ടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫെൽറ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടി വലുതല്ലേ ഇപ്പോൾ ഒട്ടിച്ചെടുത്ത ഫെൽറ്റ്. അതുകൊണ്ട് തന്നെ സൈഡ് ഫുള്ളായിട്ട് ഒട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സൈഡ് ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. സെൻറ്ററിൽ ഞാനൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു പാക്കിംഗ് വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സൈസിലുള്ള ഹെയർ ബോ ഒക്കെ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഞാൻ ചെയ്യുന്നൊരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല ഈ ഒരു പാക്കിങ്. അപ്പോൾ ഈ ഒരു ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോയുടെ താഴെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഹെയർ ബോ പാക്ക് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു അത്യാവശ്യം വലിയ സൈസിലുള്ള കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ സൈസൊക്കെ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ ഒന്നുകൂടെ പാക്ക് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ആ കവർ തന്നെ ചുടിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഇതുപോലെ ഹെയർ ബോനൊന്നും അതിലേക്ക് ആക്കി കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ മേൽഭാഗത്തേക്ക് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ ഫ്ലവറിൻ്റെ മേൽഭാഗത്താക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ആ ഒരു കവർ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പാക്കിംഗ് കവറിന്മേൽ തന്നെ ഒരു ഗ്ലൂ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ലൂസാക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു പാക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ചാർട്ടൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള ടൈപ്പിലുള്ള ഹെയർ ബോസ് ഒക്കെ നമുക്ക് ചെറിയ സൈസിലുള്ള ഹെയർ ബോസ് ഒക്കെ നമുക്ക് അതുപോലെ പാക്ക് ചെയ്യാം. ആ ഒരു ചാർട്ടൊക്കെ വെട്ടിയിട്ട് പാക്ക് ചെയ്തില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വലിയ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ അതുപോലൊരു വലിയ ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വലിയ സൈസിലുള്ള ഫ്ലവേഴ്സാണ് ഇതുപോലെ ബോക്സിലാക്കി വെക്കുന്നത്. മുമ്പ് പാക്കിംഗ് വീഡിയോയിൽ കാണിച്ച പോലത്തുള്ള ഹെയർ ബോസ് ആണെങ്കിൽ സാധാ കവറിലാക്കിയിട്ട് വെക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.